നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. തെലങ്കാനയുടെ മണ്ണിൽ സമ്പൂർണ്ണ വിജയം കൊയ്തെടുക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. 17 ലോക്സഭാ സീറ്റുകളും നേടിയെടുക്കാൻ കഴിയുമെന്ന് രേവന്ത് റെഡ്ഡി AICC ദേശീയ നേതൃത്വത്തോട് കൃത്യമായി തന്നെ അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ തവണ അവിടെ ആകെ വലിയ ചലനം സൃഷ്ടിക്കാൻ കഴിയാതെ പോയെങ്കിൽ പോലും ജയിക്കാൻ കഴിഞ്ഞത് 2 സീറ്റ് മാത്രം. അത് കോൺഗ്രസിൻ്റെ കഴിവ് കൊണ്ടായിരുന്നില്ല, മറിച്ച് രേവന്ത് റെഡ്ഡിയുടെയും ഉദ്ധവ് കുമാർ റെഡ്ഡിയുടെയും വ്യക്തിപരമായിട്ടുള്ള വലിയ രീതിയിലുള്ള സ്വാധീനം കൊണ്ടാണ്. എന്നാൽ ഇക്കുറി അങ്ങനെയല്ല. കോൺഗ്രസിന് സമ്പൂർണ്ണ ആധിപത്യമുണ്ട്. ഒന്നാമത്തെ കാര്യം കോൺഗ്രസ് ഭരണമാണ്. രണ്ടാമത്തെ കാര്യം DKയുടെ കണ്ണുകൾ എപ്പോഴും ശക്തമായി തന്നെ തെലങ്കാനയുടെ മണ്ണിൽ പതിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇക്കുറി തെലങ്കാന വിട്ടൊരു കളിയില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ്. കർണാടകയിൽ 28 സീറ്റുകളോടൊപ്പം തന്നെ ബുക്ക് ചെയ്തിരിക്കുന്നു 17 ലോക്സഭാ സീറ്റും തെലങ്കാനയിലേത് എന്ന് തന്നെയാണ് കോൺഗ്രസ് അണികൾ ഉറച്ച ആരവത്തോടു കൂടി പറയുന്നത്. അവിടെ BRSന് ഒരു മരുന്നിന് പോലും സ്ഥാനാർത്ഥിയില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതായത് BRSലെ സമ്പൂർണ്ണ പരാജയം കണ്ടുകൊണ്ടാണ് അവിടെ റാവു അദ്ദേഹത്തിൻ്റെ ആശുപത്രിയിലെ നാളുകൾ കഴിച്ചു കൂട്ടുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതിപ്പോൾ വിശ്രമത്തിലാണ്. ഇടയ്ക്കൊക്കെ ആശുപത്രിയിലും ചില സമയങ്ങളിൽ റിസോർട്ടിലുമായി അദ്ദേഹത്തിൻ്റെ ജീവിതം തള്ളി നീക്കുകയാണ്. കാലാകാലങ്ങളിലായി നടത്തിയ അഴിമതിയുടെ വൻ കഥകൾ ഓരോന്നായി ചുരുളഴിഞ്ഞ് പുറത്തു വരുമ്പോൾ തൻ്റെ കുടുംബം വെണ്ണീറാകുമോ എന്ന സംശയത്തിലാണ് ചന്ദ്രശേഖര റാവു. ഓരോ അഴിമതി കഥകളും പുറത്തു കൊണ്ടുവരാൻ രേവന്ത് റെഡ്ഡി കാണിക്കുന്ന ജിജ്ഞാസ കാണുമ്പോൾ BRS ചീട്ട് കൊട്ടാരം പോലെ തകിടം മറിയുമോ എന്ന് എല്ലാവർക്കും സംശയമുണ്ട്. അദ്ദേഹത്തിൻ്റെ മകളായ കവിത ഇതിനോടകം തന്നെ BJPക്കാരുമായി ചർച്ച നടത്തി കഴിഞ്ഞിരിക്കുന്നു. അതായത് BJPയിലേക്ക് ചേക്കേറാൻ വേണ്ടിയാണ് കവിത പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ BJP ടിക്കറ്റിൽ നൈസാമാബാദിൽ നിന്ന് മത്സരിക്കാൻ വേണ്ടിയുള്ള മുന്നൊരുക്കത്തിലാണ് കവിത. BRS ഇക്കുറി ഒരു സീറ്റ് പോലും ലഭിക്കാനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്നാണ് സർവേ റിപ്പോർട്ടുകൾ പറയുന്നത്. അതേസമയം BJPയും കോൺഗ്രസും തമ്മിൽ പല സ്ഥലങ്ങളിലും നേർക്കുനേർ മത്സരം എന്ന രീതിയിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ അറിയാം, കുത്തനെയാണ് BJPയുടെ വോട്ട് കൂടിയത്. അതിക്കുറിയും വലിയ തോതിൽ വർദ്ധിപ്പിക്കാനാണ് BJP അണികളുടെ ശ്രമം. അതേസമയം കോൺഗ്രസ് ആകട്ടെ അവരുടെ പരമ്പരാഗതമായ മേഖലകളിൽ നടത്തുന്ന ആധിപത്യത്തിനേക്കാൾ ഉപരി ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ, അതായത് BRSൽപ്പെട്ട ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ളവരുടെ കൂടി വോട്ട് കരസ്ഥമാക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമത്തിലാണ്. ഇതുകൂടിയാകുമ്പോൾ BRSനെ കെട്ടുകെട്ടിക്കാൻ കഴിയുമെന്നതാണ് രേവന്ത് റെഡ്ഡിയുടെ കൃത്യമായ പ്ലാൻ. അതിന് എല്ലാ രീതിയിലുള്ള പിന്തുണയും ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഉദ്ധവ് കുമാർ റെഡ്ഡിയും നടത്തുമ്പോൾ തീർച്ചയായും അവിടെ കോൺഗ്രസിനല്ലാതെ മറ്റൊരു പാർട്ടിക്കും യാതൊരു സ്ഥാനവുമില്ല എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.